ഓക്കെ, അപ്പോൾ നമ്മളെ +2 മാത്തമാറ്റിക്സിലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി കുറേ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇൻവേഴ്സിലേക്ക് തിരിച്ചു വരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കി കൊണ്ടുകൊണ്ട് ഇതാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യും. ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യാതെ പോയി കാര്യം നമ്മളിതിൽ വരാൻ സാധ്യത NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇത് നമ്മളെ പേജ് നമ്പർ 26 അല്ല എക്സാമ്പിൾ 6 ചെയ്യുക, എക്സാമിന് വരും. അതേപോലെ 28 എക്സാമ്പിൾ 4, 29 എക്സാമ്പിൾ 5 ചെയ്യുക. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ നമ്മളെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒരു 4 ഉണ്ട്, പറ്റുമെങ്കിൽ ഇരുന്ന് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് tan ഇൻവേഴ്സ് √3 മൈനസ് കോട്ട് ഇൻവേഴ്സ് മൈനസ് √3. ഇതെങ്ങനെ ചെയ്യാം? tan ഇൻവേഴ്സ് √3 മൈനസ് കോട്ട് ഇൻവേഴ്സ് മൈനസ് √3. നമുക്കറിയാം കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ്, ഇത് മൈനസ് √3, അപ്പോൾ മൈനസ് എക്സ് ഇസിക്കൽ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇത് നമുക്ക് അറിയുന്ന റിസൾട്ടാണ്. അപ്പോൾ tan ഇൻവേഴ്സ് √3 എന്താണ് മൈനസ് ഈ കോട്ട് ഇൻവേഴ്സ് മൈനസ് √3 പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് √3. അപ്പോൾ എന്താണ് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മൈനസ് ഇൻറ്റു പൈ മൈനസ് പൈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് √3. അപ്പോൾ അതേപോലെ നമുക്കൊരു കാര്യം അറിയാം, tan ഇൻവേഴ്സ് 1/x ഇസിക്കൽ കോട്ട് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എന്താണ് ഈ കോട്ട് ഇൻവേഴ്സ് √3 നമുക്ക് എന്താണ് tan ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. ഏത് റിലേഷൻ പ്രകാരം? ഈ റിലേഷൻ പ്രകാരം tan ഇൻവേഴ്സ് √3 മൈനസ് പൈ പ്ലസ് എന്താണ് tan ഇൻവേഴ്സ് √3 മൈനസ് പൈ പ്ലസ് tan ഇൻവേഴ്സ് എന്താണ് 1/3. ഇനി എന്ത് ചെയ്യുക, നമ്മളെ ഈ അതായത് ഈ മൈനസ് പൈ തൽക്കാലത്തേക്ക് പുറത്തിരിക്കട്ടെ. ഇതിപ്പോൾ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് എന്താ tan ഇൻവേഴ്സ് വൈ ഫോർമാറ്റിലുള്ളത്. അപ്പോൾ നമുക്കറിയാലോ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ഇസിക്കൽ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇത് എക്സ് ആയിട്ട് എടുക്കുക, ഇത് വൈ ആയിട്ട് എടുക്കുക. tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ √3 പ്ലസ് 1/√3 ഡിവൈഡ് ബൈ 1 മൈനസ് എന്താണ് എക്സ് വൈ. 1 മൈനസ് √3 1/√3. ഇതിങ്ങനെ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്താ നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നോക്കി നോക്കുക, ഇവിടെ 1 മൈനസ് ഇവിടെ ഇപ്പോൾ എന്താ ബാക്കിയിൽ 1. അപ്പോൾ 1 മൈനസ് 1 ഡിവൈഡ് ബൈ ഇവിടെ എന്താ ഒരു എക്സ്പ്രഷൻ, ഇതേതിൽ 0 ആയിപ്പോയി. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സംതിങ് ഡിവൈഡ് ബൈ 0 ഇൻഫിനിറ്റി. അപ്പോൾ എന്താ, അപ്പോൾ നമുക്കറിയാം tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം ദാറ്റ് ഈസ് π/2. കാരണം എന്താ, അതായത് tan π/2ലാണ് എന്ത് വരുന്നത്, നോട്ട് ഡിഫൈൻഡ് വരുന്നത്, അതായത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി ഉണ്ടാവില്ല, അപ്പോൾ π/2, അപ്പോൾ മൈനസ് പൈ. ലൈക്ക് ഇതിപ്പോൾ ഏത് ഫോർമാറ്റിലില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് 1/2 മൈനസ് 1 പോലെയല്ലേ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്താ മൈനസ് 1/2 ഈക്വൽ ടു എന്താ മൈനസ് π/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, പൈ മൈനസ് 2π ഡിവൈഡ് ബൈ 2. അപ്പോൾ എന്താ പൈ മൈനസ് 2π എന്ന് പറയുമ്പോൾ മൈനസ് പൈ ഡിവൈഡ് ബൈ 2, അപ്പോൾ മൈനസ് π/2. അങ്ങനെ ആയിരിക്കും മൈനസ് π/2 എന്ന് പറഞ്ഞിട്ട് ആൻസർ. അപ്പോൾ മനസ്സിലാക്കുക tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്തോ ഭയങ്കര വാല്യൂ ഒന്നുമല്ല, π/2 ആണ് ആൻസർ. അത് മനസ്സിലാക്കുക. tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ഇസ് ഈക്വൽ ടു എന്നാണ് π/2. അത് മനസ്സിലാക്കിക്കോളും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ഫൈൻ ദ വാല്യൂ ഓഫ് എക്സ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമിന് ഒരു 3 മാർക്കിന് ചോദിക്കാം. സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് ടേക്കിംഗ് സൈൻ ഇൻവേഴ്സ് എക്സ് ഓൺ ബോത്ത് സൈഡ്. ഇവിടെയും സൈൻ ഇൻവേഴ്സ് എക്സ് എടുത്ത് ഇവിടെയും സൈൻ ഇൻവേഴ്സ് എക്സ് എടുത്ത്, അതായത് സൈൻ ഇൻവേഴ്സ് എന്താണ് സൈൻ ഓഫ് ഈ പറഞ്ഞ എന്താണ് സൈൻ ഇൻവേഴ്സ് ആണ് 1/5 പ്ലസ് കോസ് എക്സ് എന്താണ് ഈക്വൽ ടു എന്താണ് ഇവിടെ 1 ആയിരുന്നു, അപ്പോൾ ഇവിടെ എടുക്കുന്നപ്പോൾ സൈൻ ഇൻവേഴ്സ് 1. ഇതെന്തായാലും നമുക്കറിയാം ഇത് π/2 ആയിട്ട് മാറും. കാരണം സൈനിൻ്റെ ഏത് വാല്യൂല 1 കിട്ടുന്ന π/2. ഈ സൈൻ ഇൻവേഴ്സും ഇതും കൂടി ക്യാൻസൽ ആയിട്ട് എന്ത് വരും, ഈ ബ്രാക്കറ്റിലെ സാധനം വരും. അപ്പോൾ എന്താ സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓക്കെ കോസ് എക്സ് അല്ല കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1. നമുക്കറിയാം ഇത് എന്താണ് π/2 ആണ് നമുക്കറിയാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 അല്ല സോറി 1/2 എന്ന് കുറേ നേരമായിട്ട് പറയുന്നത് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ π/2. ഇതൊന്നും ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഇതിൽ എന്തായാലും π/2 നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. അപ്പോൾ എന്ത് ചെയ്ത് ഈ സൈൻ ഇൻവേഴ്സ് 1/5 ഇസ് ഈക്വൽ ടു ഇതിനിപ്പുറത്തേക്ക് പറഞ്ഞേച്ച്, അപ്പോൾ π/2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എന്താ നമുക്കറിയുന്ന റിസൾട്ടാണ് π/2, അതായത് 90 മൈനസ് കോസ് തീറ്റ അല്ലെ കോസ് ഇൻവേഴ്സ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ് ഈ പറഞ്ഞ സൈൻ തീറ്റ. ഇത് എന്താണ് സൈൻ തീറ്റ, അതായത് അപ്പോൾ π/2 മൈനസ് കോസ് ഇൻവേഴ്സ് തീറ്റ അപ്പോൾ എന്തായിരിക്കും സൈൻ ഇൻവേഴ്സ് തീറ്റ. കാരണം എന്തുകൊണ്ടാണ് ഇതിപ്പം π/2 ഇത് 0. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിലേക്കാണ് π/2 മൈനസ് കോസ് തീറ്റ അല്ലെ കോസ് ഇൻവേഴ്സ് തീറ്റ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ നമ്മൾ സൈന് പോസിറ്റീവ്, അപ്പോൾ എന്താണ് ആ സൈൻ തീറ്റയിൽ മാറും, ആ കോംപ്ലിമെൻ്ററി ആംഗിൾ ആയതുകൊണ്ട്. അപ്പോൾ π/2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ് ഈ പറഞ്ഞ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇങ്ങനെ ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. അപ്പോൾ എന്തായാലും സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്, അതായത് അപ്പോൾ എന്തായിരിക്കണം ഇത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഈ ആംഗിൾസ് രണ്ട് സെയിം ആണെങ്കിൽ മാത്രം ആൻസർ π/2 കേട്ടോ. അപ്പോൾ അത് തന്നെ മനസ്സിലാവും എക്സ് ഈക്വൽ ടു 1/5, ഇത് 1/5 ആയിരിക്കണം, അപ്പോൾ ഇതും എന്തായിരിക്കണം 1/5 ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ട് സെയിം
കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്താണ് π/2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന്ന് എന്താണ് ഹിറ്റ് ആൻഡ് ട്രയൽ വെച്ചിട്ട് ഒബ്സർവേഷൻ വെച്ചിട്ട് മനസ്സിലായി എക്സ് അപ്പോൾ നിർബന്ധമായിട്ട് എന്താണ് 1/5 ആയേ പറ്റൂ. അങ്ങനെയും ചെയ്യാമല്ലോ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ സൈൻ ഇൻവേഴ്സ് എക്സും ഇത് ക്യാൻസൽ ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു എന്താണ് 1/5 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ വെറും ഒബ്സർവേഷനിൽ മനസ്സിലായി സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2 ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സൈൻ ഇൻവേഴ്സ് 1/5 പിന്നെ ഇവിടെ π/2 ഉണ്ട്. അപ്പോൾ എന്തായാലും കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ അപ്പോൾ എന്തായാലും ഇത് രണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി എക്സ് എന്നത് ഡയറക്റ്റ് ആയിട്ട് 1/5 എന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുക. 3 മാർക്കായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. നമുക്ക് ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കുക. ഇതെല്ലാം ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ, A+ ലെവൽ ക്വസ്റ്റ്യൻ പോലെ തോന്നുന്നുണ്ട്. ഇഫ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ഈക്വൽ ടു π/4 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അതായത് ഈ കുഞ്ഞി ചെക്കനല്ലേ, ഈ കുഞ്ഞി ചെക്കൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താ ഓക്കെ. ഗിവൺ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ഈക്വൽ ടു എന്നാണ് π/4 എന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഏത് ഫോർമാറ്റിലാണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോർമാറ്റിലാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യുക, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ബൈ എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ കംപ്ലീറ്റ് സാധനത്തിന് എക്സ് ആയിട്ടും ഈ കംപ്ലീറ്റ് സാധനത്തിന് വൈ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് അപ്പോൾ എന്താ എക്സ് പ്ലസ് വൈ, അപ്പോൾ എന്താ എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 പ്ലസ് എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ, അപ്പോൾ എന്താ എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2. ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ എല്ലാം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ, ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ, ഇത് രണ്ടും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് എന്താണ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. നിങ്ങളിപ്പം കണ്ടു ഇത് ഇപ്പോൾ ക്യാൻസൽ ആയിപ്പോൾ ഡിനോമിനേറ്റേഴ്സ്. ഇതെന്താ ചെയ്യുക, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ, എന്നിട്ട് ഇവിടെ ഒരു 1 കൊണ്ട് മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്താണ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 മൈനസ് എന്താണ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. അതായത് ഇത് ചെയ്തിട്ട് കിട്ടുന്ന സാധനത്തിന്, അതായത് ഇത് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. അതിനെന്ത് ചെയ്യണം, ഈ കിട്ടുന്ന ആൻസറിനെ 1 കൊണ്ട് മൈനസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതായത് 1 മൈനസ് അപ്പോൾ ഈ സാധനം, അപ്പോൾ അതായിരിക്കും ഇവിടെ കിട്ടിയ എക്സ്പ്രഷൻ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 മൈനസ് എന്താണ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇതും ക്യാൻസലായി, ഇതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാൻസലായി. ഈക്വൽ ടു π/4 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു കാര്യം ചെയ്യാം, രണ്ട് സൈഡിലും ടാൻ എടുക്കാം. ടേക്കിംഗ് ടാൻ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇവിടെ എന്താ ഒരു ടാൻ ഓഫ് π/4. ഇതിൽ ടാനും ടാൻ ഇൻവേഴ്സ് കട്ടാൽ ഈ ഒരു എക്സ്പ്രഷൻ മാത്രം ബാക്കിയായി. ടാൻ π/4 നമുക്കറിയാം 1 ആണ്, നമുക്കറിയാം ടാൻ π/45 ഡിഗ്രീസ് 1. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1. ഇത് കൺഫ്യൂസ് ആയി പോകുന്നത് നിങ്ങളിങ്ങനെ ഇത് ഞാൻ വായിക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താണ് കംപ്ലീറ്റ് സോൾവ് ചെയ്തിട്ട് എന്താണ് ഒരേപോലത്തെ വരുന്ന ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനലി കിട്ടുന്ന എക്സ്പ്രഷന് 2x² - 4 ഡിവൈഡഡ് ബൈ x² - 4. ഇതിപ്പോൾ എന്താ a+b ഇൻറ്റു a മൈനസ് ബി, അല്ലെങ്കിൽ a മൈനസ് ബി ഇൻറ്റു a+b. അപ്പോൾ എന്താ ഇത് a² - b². മനസ്സിലായല്ലോ. അതേപോലെ ഇതെന്താ, ഇതും a മൈനസ് ബി ഇൻറ്റു a+b, അതും എന്താണ് ഇതിപ്പോൾ a² - b² ഈക്വൽ ടു 1. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ ഈ പറഞ്ഞ 2x² - 4 ഇസ് ഈക്വൽ ടു എന്താണ് ഈ പറഞ്ഞ 1 അല്ല -3. അപ്പോൾ നിങ്ങൾ പറയും അതെങ്ങനെയത് എന്താണ് ഇവിടെ -3 എന്ന്, അതായത് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഒരു സാധനത്തിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. അതായത് x² - 4 ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുക. എന്താണ് -x² മൈനസ് ഓഫ് മൈനസ് +1. അപ്പോൾ എന്ത് x² - x² ക്യാൻസൽ ആയി. -4 + 1 എത്രയാണ്, -4 + 1 ഈക്വൽ ടു -3. അപ്പോൾ ആക്ച്വലി ഇതൊന്നും ഇല്ല, ആക്ച്വലി എന്താണ് കംപ്ലീറ്റ് ഡിനോമിനേറ്ററെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഒരു -3 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ -3 ആണ് ഇതിനൊപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2x² - 4 ഈക്വൽ ടു -3. ഇതിങ്ങോട്ടേക്ക് പറഞ്ഞേക്കുക. അപ്പോൾ എന്താ 2x² ഈക്വൽ ടു എന്താണ് 4 എന്താണ് -3 ഈക്വൽ ടു എന്താ 1. അപ്പോൾ എന്താണ് നമുക്ക് 2x² ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ x² ഈക്വൽ ടു 2 താഴെ പറഞ്ഞേക്കുക. x² ഈക്വൽ ടു 1/2, x ഈക്വൽ ടു ±1/√2. ഇതാണ് എന്ത് ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ആക്ച്വലി കംപ്ലീറ്റ് എന്താണ് കുറച്ചൊരു ലെങ്തി കാൽക്കുലേഷൻ പോലെ തോന്നും, പക്ഷേ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ ഒരു സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും ടാൻ എടുക്കുക. ഈ ടാൻ ഇൻവേഴ്സും ക്യാൻസൽ. ഇവിടെ ടാൻ π/4 1 വന്ന് 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുക. എന്നിട്ട് എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫൈനലി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സിമ്പിൾ ആൽജിബ്രയാണ്. എന്നാൽ ട്രിഗ്നോമെട്രി ഈ ഒരു ഫോർമുല കൃത്യമായിട്ട് അറിയെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇനി അടുത്തൊരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അതോടുകൂടിയിട്ട് ഈ പാഠം ഖത്തം പോകുക.